പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ ചിന്തിക്കുന്ന വിഷയം എങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കാം. എങ്ങനെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ദൈവത്തോട് നമുക്ക് എങ്ങനെ എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് സംസാരിക്കാം. ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നത്, എൻ്റെ ആവശ്യം ദൈവം അറിയുന്നത് എപ്പോഴാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് വായിക്കാൻ പോകുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 23 വാക്യം. എല്ലാവരും ബൈബിൾ എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 വാക്യം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം, നമുക്ക് തന്നൊരു വലിയൊരു വാഗ്ദാനമാണ്. യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ, യേശുവിനെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പൊ യേശുവിനെ ഒരുവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വചനം തീർച്ചയായും അവൻ പാലിച്ചിരിക്കും. ഒരിക്കലും ക്രിസ്തുവിന്റെ വചനം പാലിക്കാത്തവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാന വിഷയം ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതായത് ലോകത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ, മറ്റെന്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ, സ്വന്തം മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ എന്തിനെ, ഏത് കാര്യത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, എന്റെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഏതൊക്കെ? ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിന്റെ വചനം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അതായത് യേശുവിന്റെ പിതാവ്, ദൈവപിതാവ് ആരെ സ്നേഹിക്കും? ആ വ്യക്തിയെ സ്നേഹിക്കും. അപ്പോൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കും. ആരൊക്കെ? യേശുവും ദൈവപിതാവും അവന്റെ അടുത്ത് വന്ന് വാസമുറപ്പിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ഇപ്പൊ ഈ കൂട്ടായ്മയിൽ ഇന്നിപ്പം ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹമുണ്ട്. നമ്മളൊക്കെ ദൈവത്തിന്റെ വചനം പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലൊക്കെ പാകപ്പിഴകൾ ഉണ്ടാവും, മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എങ്കിലും നമുക്കൊരു ആഗ്രഹം എന്താണ്? ക്രിസ്തുവിന്റെ വചനം പാലിക്കണം, ദൈവത്തിന്റെ വചനം. ഇപ്പോൾ മിക്കവരും ഓരോ കാര്യങ്ങൾ, ചെറിയ വിഷയം വരുമ്പോൾ പോലും പരസ്പരം സംസാരിക്കും. ബ്രദറെ, അത് അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ദൈവവചനാടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇങ്ങനെ പരസ്പരം എല്ലാവരും ചോദിക്കുന്നവരാണ് നമ്മൾ. കാരണം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിവ് എൻ്റെ സഹോദരനുണ്ടെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു തരും. അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അതെന്തിനാ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ വചനം പാലിക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ പാലിക്കാൻ വേണ്ടി അത്രയധികം എഫേർട്ട് എടുക്കുന്നവരാണ് നമ്മൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വചനം പാലിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരുടെ ഉള്ളിൽ ആരുണ്ട്? ദൈവപിതാവും ക്രിസ്തുവുമുണ്ട്. അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ട്രിനിറ്റി തന്നെ അവന്റെ ഉള്ളിലുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. അപ്പൊ നമുക്ക് ഒരു തലവേദന വരികയാണ്, ഒരു തലവേദന വന്നു. അപ്പൊ നമ്മൾ തലവേദന, കർത്താവെ തലവേദനയാണ് മാറ്റി തന്നെ. അല്ല, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവാണ്. പ്രയർ വൈകിട്ട് 10 മണിക്ക് നമുക്ക് പ്രയർ ഉണ്ട്. അപ്പൊ പകൽ കാലത്ത് ആദ്യം എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു പേപ്പറും പേനും എടുത്ത് ലിസ്റ്റ് എഴുതുക. കാരണം ഇപ്പം പ്രാർത്ഥനയിൽ എന്തൊക്കെ വിഷയം സമർപ്പിക്കാനുണ്ട്. നമുക്കതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം. ദൈവത്തെ കാണുക, അല്ലെങ്കിൽ ദൈവത്തെ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് കർത്താവിനോട് പറയണമല്ലോ. ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ ഒരാളുടെ കല്യാണം, അല്ലെങ്കിൽ എന്ത് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ, കാലാവസ്ഥ അനുകൂലമാക്കണം, ഫുഡ് നന്നാവണം, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആവണം, ഒന്നിനൊരു കുറവുണ്ടാകരുത്. അപ്പൊ എല്ലാം ദൈവത്തോട് നമ്മൾ പറയണം. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ദൈവത്തിനൊന്നും അറിയില്ലല്ലോ. ഓക്കെ, എൻ്റെ കല്യാണമാണ്, ദൈവത്തിന് അറിയില്ല. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂള് തുടങ്ങാൻ പാടില്ല, അപ്പോൾ 1-ാം തീയതി വരുമ്പോൾ സ്കൂള് തുടങ്ങുകയാണ്. അപ്പോൾ കർത്താവ് നീ നോക്കണം കേട്ടോ. കാരണം കർത്താവിന് അറിയാത്തൊരു കാര്യം നമ്മൾ വിളിച്ചറിയിക്കണമല്ലോ. ഇന്നിപ്പം ജോമൻ ബ്രദർ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട്, UAE നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത്, ബ്രദർ ഇന്ന് 10 ഫ്രീ ആണോ, നമുക്ക് കയറാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ, എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്കറിയില്ല ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രയർ കിടക്കുന്ന UAE പ്രയർ എന്നാണെന്നുള്ളതിനെ കുറിച്ച് എൻ്റെ മെമ്മറിയിലില്ല, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഓക്കെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് കയറാം. അത് കഴിഞ്ഞ ഒരു 9:30 ആക്കിയപ്പോൾ ഒരു റിമൈൻ കോൾ കൂടി വന്നു. കാരണം മറക്കരുത് കേട്ടോ, കയറണം കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതുപോലെ നമ്മൾ ദൈവത്തോട് ഒരു റിമൈനിങ് ആണ്. കർത്താവ് ഇന്ന് കല്യാണം കേട്ടോ, കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കണം കേട്ടോ, ആ മാങ്ങാക്കറിയും ബീഫൊക്കെ ഇത്തിരി നന്നാവണം കേട്ടോ, മോശമാവരുത്. അപ്പൊ നമ്മളിങ്ങനെ റിമൈൻ ചെയ്യുന്നവരാ ഓരോ കാര്യങ്ങളും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ദൈവത്തിനൊന്നും അറിയില്ലേ? നമ്മുടെ ദൈവം ശക്തനല്ലേ? എന്തെങ്കിലും കുറവുള്ളവനാണോ?
നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയാത്തവനാണ്. അപ്പൊ ശിഷ്യന്മാരുടെ ഇടയിൽ യേശു വന്ന് വസിക്കുമ്പോൾ യേശു പലപ്പോഴും അവരുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരോട് ഇങ്ങനെ ചോദിച്ചു. അല്ല, അങ്ങനെയല്ല നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. പല കാര്യങ്ങളിലും അവർ പിറുപിറുക്കുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ യേശു അവരോട് തിരിച്ചു സംസാരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും വികാരങ്ങളും അറിയാവുന്ന ദൈവമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ പലർക്കും ടെൻഷനായി, കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഇനി വേസ്റ്റ് ആയോ, വെറുതെ നമ്മൾ ലിസ്റ്റ് എഴുതി ഇതൊക്കെ കൊണ്ടത് കൊടുത്തത് വെറുതെ ആയോ എന്നുള്ളൊരു ടെൻഷനാണ് പലരുടെയും മുഖത്തിരിക്കുന്നത് കാണാം. എന്തായാലും നമുക്കൊരു വചനം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഞാൻ പലപ്പോഴും ഈ വചനം എടുത്ത് പറയാറുള്ള കാരണം ഒരു അന്ധന്റെ അടുത്ത് പോയിട്ട് ഒരു നോർമൽ പേഴ്സൺ പോലും ചോദിക്കാത്തൊരു ചോദ്യം കർത്താവ് ചോദിക്കുന്നത്. കാരണം ഒരു അന്ധൻ, ഒരു വഴിയരികിൽ ഒരു അന്ധൻ നിൽക്കുക, അവന് വഴിയിലൊന്ന് ക്രോസ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. അപ്പൊ അവനിങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സഹോദരനോ സഹോദരിയോ നമ്മൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് കയ്യെ പിടിച്ചിട്ട്, ചേട്ടാ എന്താ വേണ്ടേ, ഞാൻ അപ്പുറത്തേക്ക് ആക്കണോ എന്നല്ലേ ചോദിക്കുള്ളൂ. ഞാൻ അപ്പുറത്തേക്ക് ആക്കണോ എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. കാരണം അവന്റെ ആവശ്യം അതാണ്, ആ റോഡ് ക്രോസ് ചെയ്യണം. അപ്പോ ആ ദൈവമായ ക്രിസ്തു ആ അന്ധന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് അന്ധന്റെ സ്ഥാനത്തെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് എങ്ങനെയാണെന്ന് അറിയില്ല, എന്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കും, നീ തന്നെയാണോ കർത്താവ്? നിനക്കൊന്നും അറിയില്ലേ? ബാക്കിയുള്ളവന് ഈ കണ്ണുകൊട്ടനായിട്ട് ഇവിടെ ഇരിക്കുന്നത് നിനക്ക് കണ്ടുകൂടെ? എന്നെ ഒന്ന് ഈ കണ്ണൊന്ന് സുഖപ്പെടുന്നു, നീ ദൈവമാണെന്ന് പറയുന്നു, ഞാൻ ഇത്രയും തുള്ളിച്ചാടി ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമെന്നൊക്കെ പറഞ്ഞ് ഈ ഒച്ചയെടുത്ത് എന്റെ തൊണ്ടയും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എനിക്ക് എന്ത് വേണം? അപ്പൊ എനിക്ക് ഇതുപോലെ അറിയാത്തവനോട് ഞാൻ ഇനിയിപ്പോ എന്ത് പറയാനാണ്? ഈ പല മനുഷ്യരുടെ ചിന്തയുണ്ട്. നമ്മുടെ ചർച്ചകളിലെല്ലാം ഈ കർത്താവ് ക്രൂശിയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന പടമുള്ളൂ. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്കറിയില്ല. പകരം നമുക്ക് ഈ കഷ്ടപ്പാടും ദുരിതമുള്ള കർത്താവിനെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയൊരു കഥയിൽ ഇങ്ങനെ പറയേണ്ട, ഒരു കൊച്ചു കുഞ്ഞ് ഒരു ചാപ്പലില് അവളുടെ അപ്പൻ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ, മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, ആ കൊച്ചുമകള് 6 or 7 വയസ്സുള്ള ഒരു കൊച്ചുമകള് അവളുടെ അമ്മയുടെ കൂടെ ഈ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അമ്മയുടെ കയ്യേല് കുലുക്കിയിട്ട് കൊച്ചു ചോദിച്ചു, നമ്മുടെ പപ്പ ഐസിയുലാണോ? ഓക്കെ, ശരി, മരിച്ചിട്ടില്ലല്ലോ, ജീവനോടെ ഉണ്ടല്ലോ. ഇത് അതിനേക്കാളും കഷ്ടത്തിൽ കിടക്കുന്ന ഒരാളോട് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? രക്തമൊലിപ്പിച്ച് കഷ്ടപ്പാടായിട്ട് കിടക്കുന്നവരോട് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട്? ആ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്മയ്ക്ക് അതിന്റെ മുമ്പിൽ ഇരുന്ന് കരയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചൊരു കൊച്ചിന്റെ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും, കാരണം ഈ അന്ധന് എന്ത് വേണമെന്ന് അറിയാത്തവനാണ് നമ്മുടെ ദൈവമെങ്കിൽ പിന്നെ അവനോട് ഇനിയിപ്പോ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ തിരിച്ചു പോകും. ഞാൻ വന്ന് വഴി മാറിപ്പോയി കർത്താവേ, ഞാൻ വിചാരിച്ചു നീ അത്ഭുതമുള്ളവനാണ്, അല്ലെങ്കിൽ നിനക്ക് എന്റെ ആവശ്യം അറിയാൻ പറ്റുന്നവനാണ്, അതുകൊണ്ട് ഞാനിനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ലോ എന്ന് ചോദിച്ചാൽ ഞാനാണെങ്കിൽ തിരിച്ചു പോയേനെ. എന്തായാലും അന്ധൻ അത് ചെയ്തില്ല. അന്ധൻ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ സമയമില്ല. നമ്മുടെ പ്രശ്നം അതാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയം, ആവശ്യത്തിലധികം സമയം. ഇപ്പൊ നമുക്കിപ്പോ നിങ്ങളെല്ലാം വിദേശ രാജ്യത്തുള്ളവരാണ്. അപ്പൊ 6 മണിക്കാണ് ഫ്ലൈറ്റെങ്കിൽ 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 4 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം, 2 മണിക്കൂർ മുമ്പ്. നമുക്കറിയാം, ഇപ്പൊ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയെല്ലാം മൂവാറ്റുപുഴ എല്ലായിടത്തും ബ്ലോക്കാണ്. അപ്പൊ എല്ലാവരും പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, 1/2 മണിക്കൂർ ബ്ലോക്ക് കിട്ടിയാലും ടൈമിന് നമ്മളൊക്കെ അവിടെ എത്തണം. കൃത്യമായ പ്രീ പ്ലാനിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ പ്ലാനിങ് പെർഫെക്റ്റ് ആണ്? പലപ്പോഴും ആ കാര്യത്തിൽ നമ്മൾ ഒത്തിരി മടിയാണ്. കാരണം 10 മണിക്ക് കുർബാന ഒടുങ്ങി കഴിഞ്ഞാൽ 10:10 അല്ലാതെ നമ്മൾ വീട്ടിലെത്തത്തില്ല. അല്ലെങ്കിൽ പ്രാർത്ഥന ഒടുങ്ങി കഴിഞ്ഞാൽ ഏത് കാര്യത്തിനായാലും ദൈവസന്നിധിയിൽ എത്തേണ്ട കാര്യത്തിൽ നമ്മൾ എപ്പോഴും ലേറ്റാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ നോക്കിക്കോ, 10 മണിക്കല്ലേ പ്രയർ സ്റ്റാർട്ട് ചെയ്തത്. എത്ര പേര് 10 മണിക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യും? 10 മണി, 10:15, 10:20, 10:30. അപ്പോൾ അച്ഛനാവുമ്പോഴേക്കും കയറാം എന്ന്. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ്. ചിലപ്പോൾ തിരക്കുകളായിരിക്കും. പക്ഷെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കിടന്ന് ഓടുമ്പോൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നു. അപ്പൊ ഇത്രയും ചെയ്തവന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും ഓരോ സെക്കൻഡിലും നമ്മളിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ശരിക്കും പറഞ്ഞു. കാരണം നമ്മുടെ ഉള്ളിൽ ആ ദൈവമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബ്രദർ ഇപ്പം എന്നെ വിളിച്ചിരുന്നു. ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദറെ നിങ്ങളുടെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്, അപ്പോൾ എനിക്കൊരു സംശയം ചോദിക്കാൻ വിളിക്കുന്നത്. സംശയം ചോദിക്കാൻ കുഴപ്പമില്ല, എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം.
വേറൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സണൽ കാര്യം ഞാൻ ചോദിക്കാൻ വരുന്നത്. വിചാരിച്ചു എനിക്ക് എന്നെ കുടുക്കിലാക്കാനാ ഉറപ്പാ. നിങ്ങൾ ജപമാല പ്രാർത്ഥന ചെല്ലാറുണ്ട്? നിങ്ങൾ കൊന്ത ചെല്ലാറുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജപമാല പ്രാർത്ഥന ചെല്ലാറില്ല. ശരിയാണ്, ഞാൻ ചെല്ലാറില്ല. അപ്പോൾ ചോദിച്ചു നിങ്ങളപ്പോൾ അതിനെതിരാണോ? ഞാൻ ഇതുവരെ അതിനെതിരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എതിരല്ലേ? ഞാൻ ചോദിച്ചു നിങ്ങൾ ജപമാല പ്രാർത്ഥന ചെല്ലാറുണ്ടോ? അത് ബ്രദറെ അഖണ്ഡ ജപമാല ഒടുങ്ങി നമ്മൾ അതിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ കാര്യമൊക്കെ നടന്നോ? അതിപ്പോൾ ചോദിച്ചാൽ നമുക്കിപ്പം മാതാവിനോടല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ നമുക്ക്. കാരണം മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. എന്തായാലും നമുക്കൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. അതായത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല, നമുക്ക് ചോദിക്കാൻ, നമ്മുടെ ആവശ്യം പറയാൻ നമുക്ക് ആകെ സഹായമുള്ളത് മാതാവാണ്. കാരണം കാനായിലെ കല്യാണ നാളിൽ നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ അത്ഭുതം, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ നമുക്ക് വാക്യങ്ങൾ വായിക്കാം. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അതായത് യേശു ക്രിസ്തുവിൻ്റെ സമയമാകുന്നതിന് മുൻപേ യേശുവിനെ നിർബന്ധിച്ച് അവരുടെ ആവശ്യങ്ങളെ നടത്തി കൊടുത്തൊരു അമ്മ മാതാവിനെ നമുക്കവിടെ കാണാം അല്ലേ? അത്രത്തോളം സ്നേഹമാണ്. ശിഷ്യന്മാരവിടെ ഉണ്ട്, യേശു ഉണ്ട്, മാതാവും ഉണ്ട്. പക്ഷേ ഈ വീഞ്ഞു തീർന്ന വിഷയം ആദ്യം അറിയുന്നത് മാതാവാണ്. ശിഷ്യന്മാരെവിടെയാ? എനിക്ക് തോന്നുന്നു അവര് നല്ല നമ്മുടെ വെൽക്കം ഡ്രിങ്കും ഐസ്ക്രീമും ഒക്കെ ഉള്ളിടത്തായിരിക്കും അവര്. കാരണം വീഞ്ഞിന്റെ പിന്നാലെ ആയിരിക്കില്ല അവർ പോയിരിക്കുന്നത്. അവർ അന്തസ്സായിട്ട് അപ്പുറത്ത് നിന്ന് നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വീഞ്ഞ് തീരുന്നൊക്കെ അവരെങ്ങനെ അറിയാനാണ്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരറിയുന്നുണ്ടാവില്ല. പക്ഷെ കലവറയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് മാതാവ് ചോദിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് നമ്മൾ അതേ അധ്യായത്തിൽ തന്നെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. 11-ാം വാക്യം. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞാൻ പലപ്പോഴും എന്നെ സംബന്ധിച്ച് വിവാഹങ്ങൾക്ക്, വെഡ്ഡിങ്ങുകൾക്ക് ഞാൻ ഒത്തിരി അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു 99.999 ഇനി 100% പള്ളികളിലും ഈ വിവാഹത്തിന് പ്രസംഗം പറയുമ്പോൾ നമ്മുടെ കാത്തലിക് ചർച്ചിൽ വായിക്കുന്നത് ഈ സുവിശേഷമാണ്, യോഹന്നാന്റെ സുവിശേഷം 2-ആണ്. അപ്പൊ സാധാരണ വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഈ അമ്മച്ചിമാര് ബൈബിൾ വായിക്കണ്ടേ എന്ന് പറയും. അപ്പൊ ബൈബിൾ വായിക്കേ. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഏതെങ്കിലും വല്യമ്മ പറയും, ആ കാനായിലെ കല്യാണ നാളിൽ വായിക്കേ എന്ന് പറയും. അപ്പൊ ഇത് പറയുമ്പോൾ പിന്നെ അവിടുത്തെ ഏതെങ്കിലും യുവതികളായിരിക്കുമല്ലോ സാധാരണ ബൈബിൾ വായിക്കുക. ഇവളിങ്ങനെ ഉൽപ്പത്തി തുടങ്ങി തപ്പല, ഇതെവിടെ ഈ കാനായിലെ കല്യാണ നാളിൽ തള്ള പറയുകയും ചെയ്ത് ഇത് വായിക്കുകയും ചെയ്യണം, ഇനി തപ്പി കണ്ടുപിടിക്കണം. അപ്പൊ എൻ്റെ കൂടെ ഒരുത്തണ്ട്, ഹിന്ദുവാണ് അവൻ. അപ്പൊ അവന്റെ പേര് ഞാൻ പറയുന്നില്ല, എന്തായാലും ഹിന്ദുവാണ്, ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് സ്ഥിരം ഈ പരിപാടിയാ, ഈ മറക്കല. നമുക്ക് സമയം പോകും, മാത്രമല്ല എഡിറ്റ് ചെയ്യാൻ പാടല്ല, കാരണം ഈ മറക്കുന്നതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇവൻ എന്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തപ്പുന്നത് കാണുമ്പോൾ തന്നെ ഇവൻ പറയും യോഹന്നാൻ 2-ാം അധ്യായം എന്ന് പറയും. ബൈബിളൊക്കെ അറിയാവുന്ന പയ്യനാ. അപ്പൊ കുറിയൊക്കെ തൊട്ട്, കഴുത്തിലെ കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നവര് കൈമ നല്ല ചരടൊക്കെ തട്ടി നല്ല ഇന്റർനാഷണൽ BJP കാരനാണ് പറയുന്നത് യോഹന്നാൻ 2-ാം അധ്യായം. കാരണം ഇവനറിയാം, ഇവൻ സ്ഥിരം ഇത് കേട്ട് തഴമ്പിച്ച് ഇവനിത് തപ്പി കണ്ടുവച്ചേക്കാം, കാരണം സമയം കളയരുത്. അപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ യോഹന്നാൻ 2-ാം അധ്യായം. ഇത് പറഞ്ഞാലും തപ്പുന്നതുകൊണ്ട് യോഹന്നാൻ ഉൽപ്പത്തിക്ക് ശേഷമാണെന്ന് നോക്കുന്നവരാ നമ്മുടെ ആളുകൾ. എന്തുവാട്ടെ, ഇതിങ്ങനെ ഈ ഒരു കാനായിലെ കല്യാണ നാളിൽ മാത്രം വായിച്ചിട്ട് കല്യാണത്തിന് ഇറങ്ങുന്നവരാ നമ്മൾ പലരും. അപ്പൊ ഈ പള്ളി പ്രസംഗങ്ങളിൽ എപ്പോഴും പറയും, മക്കളെ നിങ്ങൾ യേശുവിനെയും അമ്മ മാതാവിനെയും ചേർത്ത് പിടിക്കണം, വിടരുത്, യാതൊരു വിധത്തിലും വിടരുത്, വിട്ടുപോകരുത്. ഈ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ചാടിപ്പോകുന്ന ആളാണോ യേശുവിൻ്റെ അമ്മ മാതാവ്? എനിക്കറിയാൻ പാടില്ല. പല അച്ഛന്മാരിത് പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവിൻ്റെ അമ്മ തന്നെയല്ലേ? നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും സ്വർഗത്തിൽ മാധ്യസ്ഥ അപേക്ഷിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട അത് മാധ്യസ്ഥ അപേക്ഷിക്കുക. കാരണം ഈ കാനായിൽ ആരും വന്ന് ചോദിച്ചിട്ടല്ല. ആരെങ്കിലും മാതാവിനോട് പറഞ്ഞോ, എൻ്റെ പൊന്ന് മറിയമ്മേ നീ ഒന്ന് പോയി നിന്റെ മോനോടൊന്ന് പറ എന്ന് പറഞ്ഞിട്ടല്ല. അവിടുത്തെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നവളാണ് മാതാവ്. അതുപോലും നമുക്ക് ഈ സാധാരണ ഈ മരിയോളജി തലയിൽ അകത്ത് കയറിയിരിക്കുന്നവർക്ക് സത്യത്തിൽ അതറിയില്ല. അതാ ഏറ്റവും വലിയ രസം. എന്തുവാണ് നമുക്കിപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ആദ്യത്തെ അത്ഭുതമാണെന്നാണല്ലോ പൊതുവെ നമ്മുടെ എല്ലാവരും ഒരു ചിന്ത. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് ഈ ഒരു സംഭവം എന്നാണ് മിക്കവരുടെയും ഒരു ചിന്ത. നമുക്കൊരു വചനം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം. ഇപ്പൊ നമ്മൾ വായിച്ചാല് 2-ാം അധ്യായത്തില്
2-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അതിന് തൊട്ടും പറയും യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പൊ ശിഷ്യന്മാർ അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തർക്കമില്ല. 100% നമുക്ക് ഉറപ്പാണ് ശിഷ്യന്മാർ അവിടെ ഉണ്ട്. അപ്പൊ യേശുവിന് എപ്പോഴാണ് ഈ ശിഷ്യന്മാരെ കിട്ടിയത് എന്നുള്ളതൊരു വലിയ പ്രശ്നം. കാരണം ഈ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. 4-ാം വാക്യം, യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പൊ യേശുവിന്റെ ഏത് സമയമാണ് ആകാത്തത്? പരസ്യ ജീവിതത്തിനുള്ള സമയമാണോ ആകാത്തത്? അതെയോ അത്ഭുതം ചെയ്യാനുള്ള സമയമാണോ ആകാത്തത്? ലോകത്തിന് തന്നെ വെളിപ്പെടുത്തേണ്ട സമയമാണോ ആകാത്തത്? എന്ത് കാര്യമാണ് ആകാത്തത്? ആ സമയമാകാത്ത സമയത്ത് തന്നെ അമ്മ മാതാവ് നിർബന്ധിച്ച് അമ്മയുടെ നിർബന്ധത്താൽ കാനായിലെ കല്യാണ നാളിൽ അത്ഭുതം ചെയ്തു. ഇതാണല്ലോ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ചിന്ത. അപ്പൊ ഏത് സമയമാണ് ആകാത്തത്? യേശു അത്ഭുതം ചെയ്യാനുള്ള സമയമാണോ ആകാത്തത്? പരസ്യ ജീവിതത്തിനുള്ള സമയമാണോ ആകാത്തത്? ലോകത്തിന് തന്നെ വെളിപ്പെടുത്തേണ്ട സമയമാണോ ആകാത്തത്? ഇനി എന്ത് തന്നെ ആകട്ടെ, നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എടുക്കാമല്ലോ. അപ്പൊ യേശു ജനിച്ചു, 12-ാം വയസ്സിൽ തന്നെ ശാസ്ത്രികളുമായി തർക്കിക്കുന്ന സംഭവം നമുക്കറിയാം. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ യേശു 30-ാം വയസ്സിൽ ആയി കഴിഞ്ഞപ്പോൾ, ഏകദേശം 30 വയസ്സാകുമ്പോൾ എന്ന് നമ്മളവിടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം നമുക്കറിയാം. അവൻ സ്നാനപ്പെടുന്നു, സ്നാപയോഹന്നാൻ്റെ മുൻപിൽ പോയി സ്നാനപ്പെടുന്നു. അതിനുശേഷം സ്നാപയോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ഇവൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്നാനത്തിന് ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിൽ പരീക്ഷയ്ക്ക് ശേഷം അവൻ ആത്മാവോടുകൂടെ തന്നെ തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്ന് അവൻ പല കാര്യങ്ങളും ചെയ്തു. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ മുൻപാണോ ഈ കാനായിലെ കല്യാണ നാൾ? ഇനി കാനായിലെ കല്യാണ നാൾ ഇതിന് മുമ്പാണെങ്കിൽ യേശുവിന് ശിഷ്യന്മാരെ എവിടെ നിന്ന് കിട്ടി? ഇപ്പം ആ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞ് ഇങ്ങനെ പോന വഴിക്ക് യോഹന്നാനെ വാടാ, മത്തായി വാടാ, മർക്കോസ വാടാ, വാ എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് ചേർത്തിട്ട് നേരെ പുള്ളി കാനായിലെ കല്യാണ നാളിലേക്കാണോ കർത്താവ് പോയത്? അത് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്തായിരിക്കും അവിടെ സംഭവിച്ച വിഷയങ്ങൾ? നമ്മളിവിടെ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ തന്നെ 1-ാം അധ്യായത്തിന് 35-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം. അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവൻ പറയുന്നത് കേട്ട ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അതായത് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇവനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന കുഞ്ഞാട്. ഇത് പറഞ്ഞു കേട്ട മാത്രമേ ഇതിൽ എന്ത് ചെയ്തു? യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് യോഹന്നാനെ വിട്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അവർ 2 പേര് ആരൊക്കെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ 40-ാം വാക്യം, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അപ്പോൾ ഒരാൾ അന്ത്രയോസ. യോഹന്നാൻ എപ്പോഴും തന്നെ ഹൈഡ് ചെയ്യാറുണ്ട്. യോഹന്നാന്റെ പേര് വെളിപ്പെടുത്താറില്ല, മറ്റേ ആൾ ആരാന്ന് പറയാറില്ല. അതുകൊണ്ട് അത് യോഹന്നാൻ തന്നെയാണെന്നുള്ളതാണ് എല്ലാ ദൈവ വചനം പഠിക്കുന്ന മിക്ക പഴയ പിതാക്കന്മാരുടെ എല്ലാം അഭിപ്രായം. അത് യോഹന്നാൻ തന്നെയാണെന്നാണ്. 41-ാം വാക്യം, അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ പത്രോസിനെ കൊണ്ടുവന്ന് യേശുവിനെ കാണിച്ചു കൊടുത്തു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു, അവിടെ യോഹന്നാൻ പത്രോസ് യേശുവിനെ അനുഗമിച്ചു എന്നൊരു വാക്ക് എഴുതിയിട്ടില്ല. യേശുവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. ആര്? പത്രോസ്. പത്രോസ് യേശുവിനെ കണ്ടു, പക്ഷെ യേശുവിന്റെ പിന്നാലെ പോയതായിട്ട് നമുക്ക് കാണുന്നില്ല അവിടെ. പക്ഷെ അവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. യോഹന്നാനും അന്ത്രയോസും പത്രോസും 3 പേര് വരെ ഇപ്പൊ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട് എന്തായാലും, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടൊരു കോൺവെർസേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴാണ് ശിഷ്യൻ പത്രോസ് യേശുവിന്റെ പിന്നാലെ പൂർണ്ണമായി എല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായി പോയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൂക്കാ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 5-ന്റെ 1 മുതൽ അവിടെ 5-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകിയിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളായിരുന്നു മനസ്സിലായി. ഒന്ന്, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും കൂടി. അപ്പൊ യേശു ക്രിസ്തു സുവിശേഷ പ്രസംഗം തുടങ്ങി. തന്റെ ശിഷ്യനായ പത്രോസിനെ കൂടെ ചേർക്കുന്നതിന് മുൻപ് തന്നെ യേശു ക്രിസ്തു സുവിശേഷ പ്രസംഗം തുടങ്ങി. അപ്പോ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും പരസ്യ ജീവിതം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടിയിട്ടല്ല സമയമായില്ല എന്ന് യേശു പറഞ്ഞത്, മറ്റെന്തോ കാര്യമാണ്.
അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ കവറപ്പ് ചെയ്യണം. ഇനി വീണ്ടും 2 വള്ളങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ശിമയോന്റെ ആയിരുന്നു. ഇനി അത് കരയിൽ കുറച്ച് അകത്ത് നിർത്തി ശിമയോന്റെ വള്ളത്തിൽ എഴുതി യേശു സുവിശേഷം പറഞ്ഞു. സംസാരിച്ചു തീർന്നപ്പോൾ 4-ാം വാക്യം ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുക, വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. തുടർന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. പത്രോസ് വലയിറക്കി. മറ്റു വള്ളങ്ങളിലൊക്കെ നിറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ വലം കീറുന്ന തരത്തിൽ, വള്ളം മുങ്ങിപ്പോകുന്ന തരത്തിൽ മത്സ്യത്തിന്റെ പെരുപ്പം അത്ഭുതകരമായി യാതൊരു വിധത്തിലും, അതായത് ഒരു നോർമൽ പേഴ്സണ് വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. വലം നിറഞ്ഞു, മത്സ്യം അത്രത്തോളം ഭീകരമായി ലഭിച്ചു. അപ്പൊ 2ാമത്തെ വിഷയം, ശിഷ്യന്മാര് പത്രോസ് യേശുവിന്റെ കൂടെ കൂടുമ്പോൾ തന്നെ ഇതാ വലിയ അത്ഭുതവും അവിടെ ചെയ്തു. അപ്പൊ സുവിശേഷ പ്രസംഗം തുടങ്ങി, പരസ്യജീവിതം സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അത്ഭുതം ചെയ്തു. അപ്പോ പിന്നെ എന്ത് സമയമാണ് ആയിട്ടില്ല എന്ന് പറഞ്ഞത്? ഈ സമയമായിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോ മാതാവ് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് കൊണ്ടാണല്ലോ നമ്മളെല്ലാം മാതാവിനോട് എപ്പോഴും മാതാവിന്റെ വിമല ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എന്താവശ്യവും നടത്തിത്തരാൻ ഏക കഴിവുള്ള വ്യക്തി മാതാവ് തന്നെയാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ. വേറൊരു വ്യക്തി പോലും ലോകത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ. അപ്പൊ ഈ ഒരു മാനദണ്ഡം വെച്ചിട്ട് നമ്മൾ ഈ സുവിശേഷങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, അതേ യോഹന്നാൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യമല്ലേ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പത്രോസ് അതിന്റെ അവസാനത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു, അതായത് 8-ാം വാക്യം ശ്രദ്ധിച്ചാൽ ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞു. അതിനുശേഷം 11-ാം വാക്യം, വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവൻ അവനെ അനുഗമിച്ചു. ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിച്ചു. അപ്പൊ യേശുവിനെ അനുഗമിച്ചത് എപ്പോഴാണ്? പത്രോസ് ഈ അത്ഭുതം കണ്ടതിന് ശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ തന്നെ വായിക്കുന്നു, പത്രോസും അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്ന് പറയുന്നത്, ആദ്യത്തെ ശിഷ്യന്മാർ ആരാണെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അവരാരൊക്കെയാണ്? അന്ത്രയോസാണ് ഒരാള്, യോഹന്നാനാണ് മറ്റൊരാള്, പത്രോസാണ് 3-ാമത്തെ ആള്. അപ്പൊ ഇവരൊക്കെ കൂടുന്ന ശിഷ്യന്മാരും അവന്റെ കൂടെ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന വ്യക്തമായിട്ട് അവിടെ കാണുക. അപ്പോ ഈ 2 കാര്യവും നമുക്കവിടെ മാറ്റി വെക്കേണ്ടി വരും. ഇനി മത്തായി സുവിശേഷത്തിന്റെ ഓർഡർ നമുക്കൊന്ന് നോക്കാം. മത്തായി സുവിശേഷം അവിടെ പറയുന്ന ഒരു നമുക്ക് മത്തായി 4 തുടങ്ങി എടുത്താൽ മരുഭൂമിയിലെ പരീക്ഷയാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം യേശു ദൗത്യം ആരംഭിക്കുന്നു എന്നൊരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ സംഭവം നമ്മൾ അവിടെ എങ്ങനെ നിർത്തിയിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ലൂക്കാ സുവിശേഷത്തിൽ തന്നെ 4-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കൂടി നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. അപ്പൊ യേശു കഫർനാമിൽ ചെയ്ത എന്തോ അത്ഭുതത്തെ കുറിച്ച് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുക. യേശു എന്തായാലും നുണ പറയില്ലല്ലോ, യേശു കറക്റ്റായിട്ടുള്ള കാര്യം പറയത്തുള്ളൂ. കഫർനാമിൽ ഞാൻ പല അത്ഭുതങ്ങളും ചെയ്തു, അത് തന്നെ നീ സ്വന്തം സ്ഥലത്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയും. എന്നാൽ ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് തന്നെയാണ് യേശു പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങൾ അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാൽ, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, എല്ലാവരും അവരെ പുകഴ്ത്തി. ഇവിടെ ഒന്നും ശിഷ്യന്മാരുള്ളതായിട്ട് പറയുന്നില്ല. ഇനി ഈ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുമ്പോഴും അവൻ ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. ശിഷ്യന്മാരെ കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു വെച്ച് നിങ്ങൾ കേൾക്കെ തന്നെ ഈ തിരുവചനം പൂർത്തിയായെന്ന് പറയുമ്പോൾ, ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ കർത്താവ് അതിന് മുൻപേ എവിടെ അത്ഭുതം ചെയ്തിരിക്കുന്നു. തൊട്ടു മുൻപ് കർത്താവ് അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ലി ഉദ്ധരിച്ചുകൊണ്ട്, തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതം. അപ്പൊ കഫർനാമിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഈ കഫർനാം നമുക്കറിയാം ആരുടെയൊക്കെ സ്ഥലം? ഫിലിപ്പോസിന്റെ സ്ഥലമാണ്, പത്രോസിന്റെ സ്ഥലമാണ്. അപ്പൊ ഇവിടെ കർത്താവ് അത്ഭുതം അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് വചനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി നമുക്ക് തെളിവ് കിട്ടും. ശിഷ്യന്മാര് കാനായിലെ കല്യാണ നാളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എത്ര അത്ഭുതം അതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോയാലും നമ്മൾ ബാക്കിയെല്ലാം വിടുക. ശിഷ്യന്മാരെ ചേർക്കുന്ന സമയത്തുള്ള ആ മത്സ്യത്തെ വർദ്ധിപ്പിച്ച ആ ഒരു അത്ഭുതവും യേശു പറഞ്ഞ സുവിശേഷങ്ങളും അവന് ചുറ്റും കൂടി എന്ന് പറയുന്ന
ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ വേണ്ടി, ദൈവവചനം ശ്രവിക്കാൻ. ലൂക്ക 5:1 വാക്യം നമ്മൾ ശ്രമിച്ചതുപോലെ ചുറ്റും കൂടി എന്ന് പറയുന്ന ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആണ്. ക്രിസ്തുവിന്റെ, യേശുവിനെ കുറിച്ച് ജനം കേട്ടു തുടങ്ങി. അവനെ കുറിച്ചുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ജനത്തിന് സംസാരമായി. അവന്റെ സുവിശേഷം അല്ലെങ്കിൽ പരസ്യ ജീവിതവും അവിടെ ആരംഭിച്ചു. അപ്പൊ പിന്നെ യോഹന്നാൻ ഈ പറയുന്ന വിഷയം എന്താണ്? ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷവും നമ്മൾ കണ്ടു. അവിടെയും ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ വന്നതെന്ന് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ പരിശോധിച്ചാൽ യോഹന്നാൻ വരുന്നുണ്ട്, അന്ത്രയോസ് വരുന്നുണ്ട്, പത്രോസ് വരുന്നുണ്ട്, അതിനുശേഷം പീലിപ്പോസ് ഉണ്ട്, പീലിപ്പോസിന് ശേഷം നഥാനായേലുണ്ട്. ഇവരെല്ലാം ഓർഡറിന് ശേഷമാണ് കാനായിലെ കല്യാണ നാളിൽ നടക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് ശിഷ്യന്മാരും അവനോടൊപ്പം ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ 11-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, യോഹന്നാന്റെ സുവിശേഷം 2:11 വായിച്ചു നോക്കി. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. നമ്മളിതിന്റെ ഇംഗ്ലീഷ് വെർഷൻസ് വായിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വേരിയേഷൻസ് നമുക്ക് വായിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ മലയാളം മാത്രം, പ്രത്യേകിച്ച് നമ്മളെ POC അല്ലെങ്കിൽ ഗ്രീക്കൊന്നും തൊടാതെ POC മാത്രം വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ബാക്കി ഏത് വെർഷൻ നിങ്ങൾ വായിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻ വായിച്ചോ, ഇംഗ്ലീഷ് വെർഷൻ മിക്ക വെർഷനിലും കിടക്കുന്നത് ഗലീലയിലെ കാനായിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം, ഇത്ര മാത്രമേ ഉള്ളൂ. മിക്ക ഇംഗ്ലീഷ് വെർഷനിൽ നിങ്ങൾ നോക്കുക, എല്ലാത്തിലും അങ്ങനെയാണ്. ദിസ് മിറക്കിൾ സൈൻ അറ്റ് കാന ഇൻ ഗലീലി വാസ് ദ ഫസ്റ്റ് ടൈം ജീസസ് റെവലേറ്റഡ് ഹിസ് ഗ്ലോറി. അതായത് ക്രിസ്തുവിന്റെ ഗ്ലോറി കാനായിൽ ആദ്യമായി പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. നമുക്ക് പിന്നെ മറ്റു സുവിശേഷങ്ങളെ പരിധി നോക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഇല്ലാത്തത് കൊണ്ട്, മറ്റ് സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് യാതൊരുവിധ ചിന്തയില്ലാത്തത് കൊണ്ട് നമ്മളോട് ഇത് പറഞ്ഞ് നമ്മളത് കേൾക്കും. കാരണം നമ്മുടെ ആവശ്യം എന്താ? എങ്ങനെയെങ്കിലും യേശുവിന്റെ അമ്മ മാതാവിനെ ബഹുമാനിക്കണം. ഒക്കെ യേശുവിന്റെ അമ്മ മാതാവിനെ ബഹുമാനിക്കണം എന്ന് തന്നെ പറയുന്ന ഒരു ടീമാണ് ജീസസ് മിഷൻ. നമ്മൾ ഓരോരുത്തരും അത് ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. യാതൊരു വിധത്തിലും യേശുവിന്റെ അമ്മയെ ഒരല്പം പോലും അവഗണിക്കുന്ന, സ്നേഹിക്കാതിരിക്കുന്ന ഒരു രീതി നമുക്കില്ല. എപ്പോഴും ബഹുമാനിക്കപ്പെടേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തി എന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം പറയേണ്ടത് മാതാവിനോട് മാത്രമാണ്, അല്ലെങ്കിൽ മാതാവിനോടാണോ പറയേണ്ടത്? നമ്മൾ തുടക്കം ഒരു വാക്യം വായിച്ചു. എന്താ വാക്യം വായിച്ചേ? ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവപിതാവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുക, ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നിൽക്കുക. അങ്ങനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ, ഈ ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ, നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. അതായത് നേരെ പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള നമ്മൾ ഈ വളഞ്ഞു പോകുന്നു. എന്താണ് നമുക്ക് നേരിട്ട് പറയാനുള്ള തടസ്സം? എന്താ യഥാർത്ഥത്തിൽ ദൈവത്തോട് നേരെ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട തടസ്സം? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മളിലൊരു കുറവുണ്ടല്ലോ. എന്താണ്? ഷിബു ബ്രദറിനോട് പറഞ്ഞാൽ ബ്രദർ പ്രാർത്ഥിച്ചാൽ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച എന്താ പ്രശ്നം? മീൻസ് എന്നെയല്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താണ് കുറവ്? നമുക്ക് തന്നെ അറിയാം. ബ്രദറിന്റെ അത്ര പ്രാർത്ഥനയിലും കാര്യത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ നമ്മൾ. ബ്രദർ കൂടുതലായിട്ട് പ്രാർത്ഥനയിലും സുവിശേഷ വേലയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ബ്രദറിനോട് പറയും, അല്ലെങ്കിൽ ബ്രദറിലൂടെ ചിലപ്പോൾ ദൈവിക വരങ്ങളിലൂടെ നടക്കാം. ദൈവം ബ്രദർ ചോദിച്ചാൽ നടത്തി കൊടുക്കും. ഇതൊക്കെയാണല്ലോ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത. ഇപ്പൊ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണെങ്കിൽ പാസ്റ്ററിനോട് പറയും, നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പറയും, ഇങ്ങനെ മറ്റുള്ളവരോട് പറയും. ഞാൻ പറയേണ്ടതല്ല പറയാം, നമുക്ക് ആരോടും പറയാം. ഓക്കെ, മാതാവിനോട് നിങ്ങൾ പറയും. പക്ഷെ കർത്താവ് ഇന്ന് വരെ നമ്മുടെ വിഷയം, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ അന്ധനോട് ചോദിച്ച പോലെ, മോനെ നിന്റെ പ്രശ്നം എന്നാ, നീ ഒന്ന് പറ. നമുക്ക് തിരക്കാണ്, നമ്മൾ ഓടുകയാണ്. അതായത് ഇന്ന് കൃത്യസമയത്ത് ഓടി മെട്രോ പിടിച്ചിട്ട് വേണം അവിടെ ചെല്ലാൻ, ഓഫീസിൽ ചെല്ലാൻ. അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി അടുത്ത മെട്രോ പിടിച്ച് വീണ്ടും റൂമിൽ ചെല്ലുന്നു. പിന്നെ നമ്മൾ കിട്ടുന്നത് പാചകം ചെയ്ത് എന്തെങ്കിലും വെട്ടി വിഴുകി, അതിനിടയിൽ കുറച്ച് നേരം നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇങ്ങനെ എല്ലാ തിരക്കുകളിലാണ് നമ്മൾ ഓടുന്നത്. ഇതിന്റെ ഇടയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാൻ സമയമില്ല. അപ്പൊ നമ്മളൊരു എളുപ്പവഴി കണ്ടുവെക്കുക. ഓക്കെ, കർത്താവിന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് നേരില്ല, എന്നാ പിന്നെ ബ്രദറിനോട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളോട് പറഞ്ഞേക്കാം. അതുമല്ലെങ്കിൽ നമുക്കിങ്ങനെ വിശുദ്ധരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നടത്താം. കാരണം നേരിട്ട് പറഞ്ഞാൽ കിട്ടൂലല്ലോ. കാരണം നമ്മൾ നേരിട്ട് ചെന്നാൽ അവിടെ നിന്ന് ഒരു ചോദ്യം കൂടി ചോദിക്കും. നമ്മൾ ഈ നേരത്തെ ലൂക്കാ സുവിശേഷം 5 വായിച്ചപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളോട് കണ്ടു. ലൂക്ക 5 പത്രോസ് പറയുന്നൊരു കാര്യം.
പത്രോസ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചന, ലൂക്ക 5:8 ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണു. എന്ത് കണ്ടപ്പോ? അത്ഭുതം കണ്ടപ്പോ. വലിയ അത്ഭുതം ചെയ്തു. അവിടെ വള്ളം നിറഞ്ഞു, വലിയ രീതിയിൽ മത്സ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോ ശിമയോൻ പത്രോസ് എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വീണു. കാൽക്കൽ വീണിട്ട് പറഞ്ഞെന്താ? കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാ എന്ന് പറയാൻ തുടങ്ങി. കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണം. നമ്മുടെയൊക്കെ പ്രശ്നം അതാ. ഒന്നാമത്തെ കേസ്, നമ്മൾ പാപിയാണെന്നൊരു ചിന്ത നമുക്കുണ്ട്, പക്ഷെ അത് കർത്താവിനോട് പറയാൻ നമുക്ക് പറ്റുന്നില്ല. യേശു പറഞ്ഞു, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാ? ബലിവസ്തുവോടെ വയ്ക്കാം. എന്നിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ നിന്റെ പ്രാർത്ഥന കേൾക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മൾ പ്രാർത്ഥിക്കുക, ഇതിൽ ഒരു ക്ലോസ് വയ്ക്കുക, ഞാൻ അവനോട് ക്ഷമിച്ചതുപോലെ നീ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യം പറയണം, അന്നു വേണ്ട ആഹാരം. അപ്പോ ദൈവം കേൾക്കും. അപ്പോഴേ കേൾക്കത്തുള്ളൂ, അല്ലേ കേൾക്കത്തില്ല. ദൈവം എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാറ്റഗറി അതാ, ആ ഒരു ഓർഡർ അതാ. നമ്മളതിന് ഈ തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ നേരില്ല, ദൈവത്തോട് പറയാൻ നേരില്ല, ദൈവത്തിന്റെ കൂടെ ആരാധിക്കാനോ ദൈവത്തിനോട് ചേർന്നിരുന്ന് നമുക്ക് സംസാരിക്കാനോ ഒന്നും നമുക്ക് നേരില്ല. ഈ പ്രകൃതിയുടെ സംഭവമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ താല്പര്യമുണ്ട്, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആസ്വാദനം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്തുവുമായി ചേർന്ന് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു സംഭവം, ഒരു ആരാധന നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു പോരുക. പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നു, പറഞ്ഞു ഇനി തിരിച്ചിറങ്ങി പോരുമ്പോഴായിരിക്കും എന്നുള്ള ടെൻഷൻ. കാരണം അവിടെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് ടെൻഷനാ. ഇപ്പൊ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന പണ്ടെങ്ങനെയായിരുന്നു? കോഴിക്കോട് അടച്ചോ, കഞ്ഞിക്ക് വെള്ളം വെച്ചേക്കുന്നത് ചൂടായി പോവോ, ഇങ്ങനെ 100 കൂട്ടം ടെൻഷനാണ് നമുക്ക്. ദൈവം ആഗ്രഹിക്കുന്നത് അവനോടുകൂടെ ഒന്ന് ലയിച്ചിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. നമ്മളിങ്ങനെ വാടകയ്ക്ക് ആളെ വെച്ച്, കൂലിക്ക് ആളെ വെച്ച് നമ്മുടെ പ്രാർത്ഥന നടത്തിപ്പിക്കുന്ന രീതി നമുക്ക് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അങ്ങനെ. ഇനി ബന്ധപുസ്തക ടീമുകളാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പം ഈ യൂട്യൂബിൽ ഇപ്പോൾ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ക്ലാസ് ഇടുമ്പോൾ ചില അമ്മച്ചിമാർ വിളിക്കും. പലപ്പോഴും വിളിക്കുന്ന അമ്മച്ചിമാരുടെ ടോൺ കേൾക്കുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണ് വരണേ, കാത്തലിക്കാണോ ബന്ധപുസ്തകമാണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയണമെങ്കിൽ കാത്തലിക്കാണ്, അല്ല ക്രൈസ്തവരോടും അല്ലെങ്കിൽ സ്തോത്രമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ പെന്തകുസ്താണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അമ്മച്ചി പെന്തകുസ്ത ആയിരിക്കും 90%. അപ്പോൾ അമ്മച്ചി പറയുന്നൊരു കാര്യമുണ്ട്, ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഓക്കെ പറയൂ. പേപ്പർ എടുത്തു, ആ പേന എടുത്തു, എല്ലാം എടുത്തു, പറഞ്ഞു ഇനി പോരട്ടെ. പിന്നെ അമ്മച്ചി ഇങ്ങനെ പറയും, വടക്കേലെ കൊച്ചമ്മ, പിന്നെ അമേരിക്കയിൽ ഇരിക്കണ സക്കറിയയുടെ കൊച്ചുമോൻ, പിന്നെ മുട്ടുകാലിന് നീളം കുറവുള്ള മറ്റേ വല്യപ്പൻ്റെ കുഞ്ഞുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പറയും. കാരണം അവരും ഇത് തന്നെ, വാടകയ്ക്ക് കൂലിക്ക് ആളെ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്ന ആളുകളാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പാലിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഇരിക്കുക, നിന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ ആ ദൈവമുണ്ട്. ഒരു നിമിഷം ഒന്ന് ശാന്തമായി നിന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ പ്രശ്നമുണ്ട്, പക്ഷെ അതൊക്കെ നിനക്കറിയാം, ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിനക്കറിയാത്ത യാതൊരു വിഷയവും ഇല്ല, എന്ന് പറഞ്ഞൊന്ന് തുടങ്ങി അന്ന് കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ട് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ എത്ര പേര് പറ്റും? തിരക്ക് പിടിച്ച ലോകത്ത് നമുക്ക് പറ്റാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാ അന്തരോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞോ. നമ്മൾ റോമാലേഖനത്തിലൊക്കെ വായിക്കുന്നില്ല, ആത്മാവ് തന്നെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിക്കും. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആത്മാവ് തന്നെ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. നീ ഒന്ന് ശാന്തമായി ദൈവത്തിന്റെ കൂടെ ഇരുന്നാൽ തന്നെ നമുക്ക് എല്ലാ വിഷയവും കൃത്യമായി ഓർഡറിലൂടെ ദൈവത്തോട് പറയാൻ പറ്റും. അതെന്തിനാ? കർത്താവിനെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഏൽപ്പിക്കുകയല്ല, പകരം ദൈവസന്നിധിയിൽ നിന്റെ ആവശ്യങ്ങൾ നീ പറയാൻ ദൈവം ആഗ്രഹിക്കുക. നീ ഒന്ന് പറയണം, നീ അവനോട് നിന്റെ ആവശ്യം, കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അവനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹമുള്ളവിടുത്തെ സംസാരം ഉണ്ടാവുന്നു അല്ലേ? പണ്ട് പ്രണയിക്കുന്ന കാലത്തൊക്കെ പലരും ഫോൺ ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പം കല്യാണം ഉറപ്പിച്ച്, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പൊതുവായി പറയുന്നതാണ്, ആ പാവത്തിന് എല്ലാവരും ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന സ്ഥിരമായിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവും, അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ഫ്രീ ആവും. ഫോൺ എടുത്ത് വിളിക്കും, ആ ഹലോ പറയും, ആ എന്താ പറയും, പിന്നെ വേറെന്താ പറയും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും, സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ കട്ട് ചെയ്യും, എന്നിട്ട് അവിടുന്ന് വീണ്ടും കോൾ വരും, എന്ത് പറ്റി ഉറങ്ങിയോ? ഇല്ല, റേഞ്ച് കട്ടായതാന്ന് പോലും. അല്ലെ, സ്നേഹമുള്ളിടത്ത് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അല്ലെങ്കിൽ
ഇങ്ങനെ എന്തോരം വേണമെങ്കിലും, എത്ര നേരം വേണമെങ്കിലും നമ്മൾ അതിനോട് ചെലവഴിക്കാൻ പറ്റും. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ് എന്താ പറ, പിന്നെ ഒരു ഫോൺ കോൾ കേൾക്കുമ്പോൾ പറയാം, പറ ഇപ്പോൾ വരും, ശരിയെന്നാ വെച്ച്. കാരണം ഒറ്റ വിട്ടുകൊണ്ട് കോൾ അവസാനിക്കും. എന്താ നിനക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ തീർന്നു. കാരണം സ്നേഹം കുറഞ്ഞ് പഴയ പോലെ അങ്ങനെയായിരുന്നു. പ്രണയത്തിന്റെ സമയത്ത് 2 മണിക്കൂർ 3 മണിക്കൂർ ഈ ഇവിടുത്തെ നെറ്റ്വർക്ക് കമ്പനിക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത് പ്രണയത്തിലൂടെ ആയിരുന്നു. കാരണം നമുക്ക് കർത്താവിനോട് ഈ സ്നേഹമുണ്ടോ? ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തോട്? എത്ര പേർക്ക് ഇത് കഴിയുന്നുണ്ട്? ദൈവം എന്ന് ആഗ്രഹിക്കുക നമ്മളൊന്ന് കർത്താവിന്റെ മുന്നിൽ ഒരു നിമിഷം ഒന്ന് ശാന്തമായിട്ടിരുന്ന് ദൈവത്തോടൊന്ന് നമ്മുടെ ആവശ്യങ്ങളൊന്ന് പറയാൻ ദൈവം ആഗ്രഹിക്കുക. നമുക്കതിന് ഒരാളുടെയും സഹായം വേണ്ട. ആരോടും സഹായം നീ അഭ്യർത്ഥിക്കേണ്ട. ഞാൻ പറഞ്ഞ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണമെന്നല്ല, പ്രാർത്ഥിപ്പിക്കാം. സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഭ അത് ചെയ്തിട്ടുണ്ട്. ആദിമസഭയിൽ അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വാ തുറക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷം ശക്തമായി എന്നിൽ വരാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. സഭ ഒന്നായി പ്രാർത്ഥിക്കുവാൻ, സമൂഹം ഒന്നായി പ്രാർത്ഥിക്കുവാൻ. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സഭ, സമൂഹം എല്ലാം കർത്താവിന്റെ സുവിശേഷത്തിനും ഓരോരുത്തർക്കും വേണ്ടി പരസ്പരം യാചനകൾ, പ്രാർത്ഥനകൾ എല്ലാം ചെയ്യണം. പറയണ്ട എന്നല്ല, പക്ഷെ നീ ഇതുവരെ കർത്താവിനോട് പറയാത്ത വിഷയം, നീ ഇതുവരെ ദൈവത്തോട് നേരിട്ട് പറയാത്ത വിഷയം, എടാ അയൽവക്കത്താരും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എനിക്ക് ആരുടെ മുമ്പിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? വിശുദ്ധരോടോ മാതാവിനോടോ ഈ ലോകത്തുള്ള എല്ലാവരോടും നമ്മള് പറയുന്നു. നീ ഒന്ന് പറയുന്നത് കർത്താവ് പറയുക, കർത്താവ് ആഗ്രഹിക്കുക. എടാ ലോട്ടറി അടിക്കുക നീ പ്രാർത്ഥിക്കുന്നു, ഈ ഒരു ലോട്ടറി എടുക്കുക ആദ്യമായിട്ട്. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. ഒന്ന് ശാന്തമായിട്ടിരുന്നത് ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കും, ഒന്ന് പ്രാർത്ഥിക്കും. നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് നീ ഒന്ന് വിശ്വസിക്കും. നീ ആദ്യം ആ ദൈവത്തെ ഒന്ന് ആസ്വദിച്ചറിയും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒന്ന് കണ്ണുകളടച്ച് നമ്മളിപ്പോ മറ്റൊരു വിഷയം കൂടി നമ്മൾ ചിന്തിച്ചു പോയി. എന്താണ് ഖാനായിൽ നടന്ന ആ ഒരു സംഭവം? എന്താണ് യോഹന്നാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം? ഖാനായിലെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, എന്റെ സമയം ഇനിയും ആയിട്ടില്ല, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പൊ അത് ഏത് സമയമാണ്? പരസ്യ ജീവിതത്തിനുള്ള സമയമല്ല, അത്ഭുതം ചെയ്യാനുള്ള സമയമല്ല, ലോകത്തിന് തന്നെ വെളിപ്പെടുത്താനുള്ള സമയമല്ല. ഇതിന്റെ മൂന്നുമല്ലാതെ മറ്റൊരു സമയം കർത്താവ് പറയുക. അത് ഏത് സമയം? കർത്താവ് ആ സമയത്തെ കുറിച്ച് വ്യക്തമായി നമുക്ക് വളരെ കൃത്യമായി കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷത്തിലും. അപ്പോസ്തലനായ പത്രോസ് കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി, അവന്റെ രക്തം ഒരു വീഞ്ഞിന്റെ രൂപത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്ന, നിന്നെ ജീവനുള്ളവനാക്കി മാറ്റുന്ന ആ ദൈവത്തിന്റെ പ്രവർത്തിക്കുള്ള ആ അത്ഭുതകരമായ സമയമായിട്ടില്ല. ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തത്തെ മാറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനം നടത്തുന്ന, നിനക്ക് വേണ്ടി എൻ്റെ രക്തത്തെ ചൊരിയുന്ന ആ നിമിഷത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ സമയമായിട്ടില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 70 വർഷത്തെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ ആത്മാവ് പറയുക, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കർത്താവിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, കാലസമാപ്തിയിൽ ക്രിസ്തുയേശു എല്ലാം പൂർത്തിയാക്കി അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തമൊഴുക്കും. അവന്റെ രക്തം വീഞ്ഞ് ഈ ഉടമ്പടി സ്ഥാപിക്കുമ്പോ ആ വീഞ്ഞെടുത്ത് ചൂണ്ടിക്കാണിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങളോട് ഞാൻ ചെയ്യുന്ന ഉടമ്പടിയുടെ രക്തം, നിങ്ങളെ വീണ്ടെടുക്കും, നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു, നിങ്ങളുടെ പാപമോചനത്തിനുള്ള എന്റെ രക്തമാണ് എന്ന് യേശു പറഞ്ഞു. ആ സമയം ഇനിയും ആയിട്ടില്ല. നിനക്ക് വേണ്ടി ആ വീഞ്ഞ് നൽകുന്ന സമയമായിട്ടില്ല എന്നാ കർത്താവ് പറയുന്നത്. ആ സമയത്തെ കുറിച്ച് ദൈവം പറയുന്നു. പക്ഷെ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കുക, അത്ഭുതം ചെയ്യുന്ന സമയം. കർത്താവിന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമുക്ക് ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ഒരു സമയമില്ലെങ്കിൽ, നമ്മൾ ഈ തിരക്ക് പിടിച്ചുള്ള ഈ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടി നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൂടെ നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ, പിന്നെ ആരോടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും ആരോടൊക്കെ നമ്മൾ ആവശ്യം പറഞ്ഞാലും എത്ര മണിക്കൂർ അതിനു വേണ്ടി നീ ചെലവഴിച്ച് എന്തൊക്കെ നേർച്ചകൾ, കാഴ്ചകൾ, എന്തൊക്കെ കോലാഹലങ്ങൾ അതിന് മേൽ കാട്ടിക്കൂട്ടിയാലും ദൈവം അത് കേൾക്കാൻ പോകുന്നില്ല. കാരണം നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കാതെ, നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാതെ നിനക്കതിന് സാധിക്കത്തില്ല. നീ ആ ദൈവത്തോട് പറയാതെ നീ മറ്റാരോട് പറഞ്ഞാലും ഒന്നും നടക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞേ, നീ അതൊന്ന് പറയും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ, എനിക്കതെല്ലാം അറിയാം, എൻ്റെ
ആവശ്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയുന്നവനാ നീ. എന്നാൽ എനിക്കറിയാം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്നവനാണ്. കാരണം അവൻ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല അവൻ എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ ചോദിച്ചിട്ടല്ല എന്നെ വിളിച്ചത്, ഞാൻ ആഗ്രഹിച്ചിട്ടല്ല എന്നെ വിശുദ്ധീകരിച്ചത്, എന്നെ വിളിച്ച് മഹത്വപ്പെടുത്തി വിശുദ്ധീകരിച്ച് ദൈവവചനം കേൾപ്പിച്ച് ക്രിസ്തുവിനെ അറിയുവാനുള്ള കൃപ നൽകി ആ കൃപയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. സകലത് കർത്താവേ ഞാൻ ചോദിച്ചിട്ടല്ല, എല്ലാം നീയാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഞങ്ങൾ നിന്നെ തെരഞ്ഞെടുക്കുകയല്ല ദൈവം, നീ ഞങ്ങളെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം അറിയാവുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഹൃദയ വിചാരങ്ങളെ പോലും അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പാ, ഇന്ന് ഞങ്ങളുടെ സകല ആവശ്യങ്ങളെ പ്രത്യേകമായി വിദ്യാഭ്യാസ മേഖലകളെ സമർപ്പിക്കും, രോഗാവസ്ഥകളെ സമർപ്പിക്കും, സാമ്പത്തിക മേഖലകളെ, ജോലി മേഖലകളെ, ശാരീരികമായ അസ്വസ്ഥതകളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ, എല്ലാ മേഖലകളും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അവിടുന്ന് കാണണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. അവിടുത്തെ വിശുദ്ധി ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാപിതാവേ, നിന്നിൽ അലിഞ്ഞു ചേരുവാൻ, നിന്നിൽ ചേർന്നിരിക്കുവാൻ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ, എന്റെ ഹൃദയത്തിന്റെ ശബ്ദം നീ ഒന്ന് കേൾക്കുവാൻ, നീ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ശബ്ദം ഞാനും അറിയുവാൻ ദൈവമേ കുറച്ചു നിമിഷമെങ്കിലും എല്ലാ ദിവസവും നിന്റെ കൂടിയിരിക്കാൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവേ, അവിടെ ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും